നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ മാസം 15-ാം തീയതി UPSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിന്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ ജൂലൈ 17-നാണ്. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ആർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്, എന്താണ് ഇതിന്റെ യോഗ്യത എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ നാളെയോട് കൂടി തന്നെ ഇത് അപേക്ഷിക്കണം. ഓക്കെ, ഇതിന്റെ കാറ്റഗറി നമ്പർ 140/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ, നെയിം ഓഫ് പോസ്റ്റ് UP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ജില്ലകൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ഒരു വേക്കൻസി, കോട്ടയം ജില്ലയിൽ ഒരു വേക്കൻസി, എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് 13 വേക്കൻസി, തൃശ്ശൂർ ജില്ലയിൽ 4 വേക്കൻസി, പാലക്കാട് ജില്ലയിൽ 8 വേക്കൻസി, മലപ്പുറം 1, കോഴിക്കോട് 3. ഇതാണ് നിലവിലുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇനി ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഇതാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആർക്കൊക്കെയാണ്? 5 years സർവീസ് ആസ് ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, ഓഫീസ് അറ്റൻഡന്റ്, ഫുൾ ടൈം മെനിയൽ ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ടോ ടൈപ്പിസ്റ്റ് ആയിട്ടോ അറ്റൻഡർ ആയിട്ടോ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടോ ഫുൾ ടൈം മെനിയൽ ആയിക്കൊണ്ടോ ഈ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ നിലവിലുള്ള തസ്തികയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ വഴി UPSC ടീച്ചർ ആവാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് തീയതി നാളെയാണ്. ഓക്കെ, ഇതിന്റെ ഏജ് ലിമിറ്റ് നോട്ട് അപ്ലിക്കബിൾ ആണ്. കാരണം ഇത് ഓൾറെഡി സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് നോട്ട് അപ്ലിക്കബിൾ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ SSLC പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ് ആയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി +2 പാസ് ആയിരിക്കുന്ന ആളുകൾ, ആൻഡ് വിത്ത് TTC, ഓക്കെ, പാസ് ഇൻ TTC എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദി കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻസ് ഇൻ കേരള. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിന്റെ കൂടെ TTC ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് BEd ഉള്ള ആളുകൾക്കോ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സർവീസിലുള്ള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. എറണാകുളം ജില്ലയിലേക്കുള്ള ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എലിജിബിൾ ആയ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന്റെ കൂടുതൽ പറയാനുള്ള കാര്യം, ഈ വരുന്ന ശനിയാഴ്ചയാണ് 20-ാം തീയതിയാണ് നമ്മുടെ LPSC പരീക്ഷ. LPSCക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴും ചലഞ്ചർ ആപ്പിൽ ഡെയിലി എക്സാം 100 മാർക്കിന് മാതൃകാ പരീക്ഷ നടത്തുന്നുണ്ട്. ആപ്പിന്റെ ഹോം പേജിലുള്ള ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മാതൃകാ പരീക്ഷ എഴുതാവുന്നതാണ്. രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത്. രാത്രി 10 മണിക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ LPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഒക്കെ ഈ ഒരു സമയത്തിനിടയ്ക്ക് ഈ 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് LPSC പരീക്ഷ തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഈ പറയുന്ന സമയത്തിനിടയ്ക്ക് ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.